പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്പനേരത്തെ ചിന്തിക്കായിട്ട് സദൃശവാക്യം 18:20 വാക്യം. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. അധരങ്ങളുടെ വിളവ് അർത്ഥം എന്തുവാ? അധരങ്ങൾക്ക് ചിലതൊക്കെ വിളയിക്കാൻ കഴിയും. കുഞ്ഞെ, നിൻ്റെ അധരം കൊണ്ട് നീ വിളയിക്കുന്നത് നല്ലതാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു തൃപ്തി വരും. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ മെനിക്യൂറും പെഡിക്യൂറും ഒക്കെ ഉണ്ട്. അതായത് കയ്യിലെ വിരലുകൾ, നെയിൽസൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഡെഡ് സ്കിന്നൊക്കെ നഖത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കാലിൻ്റെയും ചെയ്യും, കൈയുടെയും ചെയ്യും. ചില സ്ഥലങ്ങളിൽ ഇത് തന്നെയുണ്ട്, നെയിൽ ഷോപ്പ് എന്നതിന് പറയുന്നത്. അത് പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ അല്ല നെയിൽ ഷോപ്പ്. അതായത് ഇപ്പോൾ ഒത്തിരി ആർട്ടിഫിഷ്യൽ നെയിൽസ് കിട്ടും പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. എന്നിട്ട് ക്യൂടെക്സൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ ഡോട്ടൊക്കെ ഡെക്കറേഷനും ഒക്കെ ആയിട്ട്. ഓക്കെ, അത് പോട്ടെ. ഞാനൊരു ഉദാഹരണം പറയാനായിട്ട് വന്നതാണ്. ഒരു നെയിൽ ഷോപ്പിൽ നടന്നൊരു കാര്യം, കണ്ടൊരു കാര്യം. ഒരു മനുഷ്യൻ ആദ്യമായിട്ട് അവിടെ തൻ്റെ നെയിൽസ് ക്ലീൻ ചെയ്യാനായിട്ട് പോയി. ആണുങ്ങൾക്കും ചെയ്യാം, പെണ്ണുങ്ങൾക്കും ചെയ്യാം. അപ്പോൾ അവരുടെ ബിസിനസ് കാർഡ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കാർഡ് കൊടുത്തു. ആ കാർഡിൽ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്: കം ഹാപ്പി, ലീവ് ഹാപ്പിയർ. സന്തോഷത്തോടെ ഇവിടെ വാ, അതിലും സന്തോഷത്തോടെ ഇവിടുന്ന് കടന്നു പോവുക. അതൊരു വളരെ ഒരു കാച്ചി സ്ലോഗനായിട്ട് നമുക്ക് തോന്നും, അല്ലേ? പക്ഷേ നമുക്കതിൽ കൂടുതലായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ വ്യക്തി പറയുന്നത്, ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾ ഒരു 5 പ്രാവശ്യമെങ്കിലും പറയും, ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ക്ലയൻസിനെ ഹാപ്പിയാക്കി വിടും. ആരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അൺഹാപ്പി ആയിട്ട് പോകത്തില്ല. അവരുടെ നെയിൽസെല്ലാം അതുപോലെ ഞങ്ങൾ കട്ട് ചെയ്ത് സുന്ദരമാക്കിയേ വിടത്തുള്ളൂ. അപ്പം ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അയാൾ ആ വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നോക്കിക്കോ, ഞാൻ എങ്ങനെയാണ് നിൻ്റെ നെയിൽസൊക്കെ വൃത്തിയാക്കുന്നത്, അത് കണ്ടു കഴിയുമ്പോൾ നിനക്കും ഹാപ്പി ആയിരിക്കും. ഇത് അതുപോലെ തൻ്റെ അടുക്കൽ ചെയ്യാൻ വന്ന എല്ലാവരോടും താൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ നെയിൽസ് കട്ട് ചെയ്യുന്ന സമയത്തോടെ ഞങ്ങളുടെ ക്ലയൻസിനെ ഞങ്ങൾ ഹാപ്പിയാക്കി, ഞങ്ങൾ നല്ലതായിട്ട് ചെയ്യും, ഒരു സന്തോഷത്തോടെ ഇവിടുന്ന് മടങ്ങിപ്പോവും എന്നൊക്കെ. ഞാൻ പറയട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ ആ നല്ല വാക്കുകൾ, തന്നെ കൊണ്ട് ഓരോ ദിവസവും ചെയ്യിച്ചുകൊണ്ടിരുന്ന ജോലി, ഇറ്റ് വാസ് എ ഗുഡ് ജോബ്. അവനും സന്തോഷം, അവൻ ഇൻസ്പയർ ചെയ്യുന്ന അവൻ്റെ ക്ലയൻസിനും സന്തോഷം. പക്ഷേ ഇതുപോലെ ഹാപ്പി ആയിട്ടുള്ള ക്ലയൻസ് കയറുന്ന ഒരു നെയിൽ ഷോപ്പ് വേറെ ഇല്ലെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം മുഴുവനും പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ വായുടെ കാര്യം പറയുന്നുണ്ട്. സദൃശ്യവാക്യത്തിൽ പല സ്ഥലങ്ങളിൽ വായെന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവനും പറഞ്ഞാൽ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലം നാം അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ദൈവത്തോട് നാം പറയുന്ന ഓരോ വാക്കുകൾക്കും നമ്മുടെ ദൈവം പ്രാധാന്യം കൽപ്പിക്കുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ പല കാര്യങ്ങൾക്കും ഈ ഭൂമിയിൽ വെയിറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? യെശയ്യാവ് 40:31 പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ് പറയുന്നത്. അതായത് ദോസ് ഹു വെയിറ്റ് ഓൺ ദ ലോർഡ് ഷാൽ റിന്യൂ ദെയർ സ്ട്രെങ്ത്. അതുപോലെ സങ്കീർത്തനം 27 നമ്മൾ നോക്കുമ്പോൾ, സങ്കീർത്തനം 27:14, സാം 27:14, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് കഴിയണം. പ്രതീക്ഷയുടെ ഒരു സ്ഥാനത്ത് നാം വെയിറ്റ് ചെയ്തിരിക്കണം. പ്രതീക്ഷയോടെ നാം വെയിറ്റ് ചെയ്യണം.
എന്നിട്ട് നാം കിടന്ന് വലിയ ഇളക്കപ്പെരുപ്പവും ബഹളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് വി ഷുഡ് ലുക്ക് ഫോർവേഡ് എക്സ്പെക്റ്റൻ്റ്ലി, വളരെ പ്രതീക്ഷയോടെ നാം മുന്നോട്ട് നോക്കണം. നാം അവൈലബിൾ ആയിരിക്കണം ആ സമയത്ത്. നാം ആ സമയത്ത് റെഡി ആയിരിക്കണം. ദൈവത്തെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. കാരണം നമ്മൾ ഏത് ചോദ്യം ചോദിക്കുന്നു അതിനുള്ള ഉത്തരം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വളരെ ആക്റ്റീവായിട്ട് അങ്ങ് സ്പീക്ക് ചെയ്തോണം. പക്ഷേ ആ വാക്കുകളൊക്കെ ബൈബിളുമായിട്ട് അഗ്രി ചെയ്യുന്ന വാക്കുകളായിരിക്കണം. തുടർമാനമായിട്ട് നാം പറയണം, എൻ്റെ ഈ വിഷയത്തിൽ എൻ്റെ യേശു കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. എൻ്റെ ഈ വിഷയത്തിൽ എൻ്റെ യേശു കർത്താവ് എനിക്കൊരു മറുപടി തരും. ഒരിക്കലും പ്രാർത്ഥിച്ച കാര്യത്തിന് വിപരീതമായിട്ട് നമ്മളൊന്നും പറയാൻ പോരുത്. അങ്ങനെ പ്രത്യാശയോടെ ഇരുന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ മറുപടിയെ തന്നിരിക്കും. നമ്മൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നമുക്ക് തരുവാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് കർത്താവ് നിരൂപിക്കുന്ന നിരൂപണങ്ങളൊക്കെ നന്മയ്ക്കായിട്ടുള്ളതാണ്, അല്ലാതെ തിന്മയ്ക്കായിട്ടുള്ളതല്ല ദൈവമക്കളെ. നമുക്കറിയാം, ഒരു എക്സ്പെക്റ്റൻറ്റ് മദർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും. നമുക്കറിയാം 9 മാസം 9 ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് പുറത്ത് വരും അല്ലേ. എന്തോ ചെയ്യും, ഡാപ്പേഴ്സ് മേടിച്ച് വെക്കും, പല കുഞ്ഞുടുപ്പുകളൊക്കെ മേടിച്ച് വെക്കും അല്ലേ. അതായത് ഒരു നഴ്സറി റെഡിയാക്കും അവൾ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് എക്സ്പെക്റ്റിങ്. അവൾ പ്രതീക്ഷിക്കുക ഒരു കുഞ്ഞിനെ. അവൾക്കറിയാം കർത്താവ് ആ പ്രോമിസ് ഫുൾഫില്ല് ചെയ്യുമെന്ന്. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. സമയത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കാരണം ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയൊന്നും നമ്മൾ അറിയുന്നില്ല. അതെല്ലാം ഉരുവായി എൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ ആ കുഞ്ഞിനെ ദൈവം നമുക്ക് നമ്മുടെ കൈകളിൽ തരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ലേഡി, ഷീ ഈസ് എക്സ്പെക്റ്റൻറ്റ് ആൻഡ് ഷീ വിൽ വെയിറ്റ് ആസ് ലോങ് ആസ് ഇറ്റ് ടേക്സ് അല്ലേ. അപ്പം യേശു കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾക്കൊരു ഉറപ്പ് വേണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി അവൻ ചിലത് ചെയ്യും. സംതിങ് വിൽ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. ദൈവത്തിൻ്റെ ആൻസറിന് വേണ്ടി ആകാംക്ഷയോടെ നാം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ, ആക്റ്റീവ്ലി എക്സ്പെക്റ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് വേർഡ്സ് ദറ്റ് അഗ്രി വിത്ത് ദിസ് വേർഡ്, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ദൈവമക്കളെ, വിശ്വാസത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് ഈ വെയിറ്റിംഗ് മോഡ്. പ്രൈസ് ഗോഡ്. നിൻ്റെ എല്ലാ വാക്കുകൾക്കും ആ സമയത്ത് പ്രാധാന്യം ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് തന്നെ പറയാൻ പറ്റും ആമേൻ ആമേൻ എന്ന്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്യമാണ്. 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. പ്രൈസ് ഗോഡ്. ദൈവമക്കൾ, അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കും. തിരുവചനത്തിന് കോൺട്രി ആയിട്ടുള്ള വാക്കുകൾ ഒരിക്കലും പറയാൻ പോകരുത്. വെയിറ്റിംഗ് മോഡിൽ ചിലപ്പോൾ പേഷ്യൻസ് നഷ്ടപ്പെട്ടു വന്നിരിക്കും. പക്ഷേ നമ്മുടെ സംസാരത്തെ നാം സൂക്ഷിച്ചോണം. നമ്മുടെ വാക്കുകൾ ഒരിക്കലും നമ്മെ പിടിച്ചടക്കരുത്. നമ്മൾ സാധാരണ പറയുന്നത് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഇത് വർക്ക് ചെയ്തൊന്നുമില്ല. ദൈവം എവിടെ ആയിരുന്നു ഈ സമയത്ത്? ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാഞ്ഞ്? ദൈവമക്കളെ, ഇതൊക്കെ നിരാശയുടെ ഫലങ്ങളാണ്, സംശയത്തിൻ്റെ ഫലങ്ങളാണ്, കൺഫ്യൂഷൻ്റെ ഫലങ്ങളാണ്. അല്ലാതെ ഇതൊന്നും, ദീസ് ആർ ഓൾ നോട്ട് ദ ഫ്രൂട്ട്സ് ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഉള്ളവരങ്ങനെ പറയത്തില്ല, പറയാൻ പറ്റത്തുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഡയറക്ഷൻസ് കിട്ടുന്നതിന് പകരം, അവൻ്റെ സഹായം കിട്ടുന്നതിന് പകരം ഇങ്ങനെ പറയുന്നവർ എന്നാ എടുക്കുമെന്നറിയാമോ? ദേ എൻഡ് അപ്പ് വോണ്ടറിങ് ആൻഡ് വണ്ടറിങ്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിടന്നുകൊണ്ട് ഇങ്ങനെ അത്ഭുതം കൂറും, എന്താ എനിക്ക് ഇങ്ങനെയെന്ന്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളൊക്കെ ഇടയ്ക്കൊന്ന് ചെക്കപ്പ് ചെയ്യണം കേട്ടോ. ഒരിക്കലും ദൈവത്തിൻ്റെ വചനവുമായിട്ടൊരു ഡിസഗ്രിമെൻറ്റിൽ വരുവാൻ ഇടയാകരുത്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നാം പറയണം. ദൈവം നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വാക്കുകൾ അനുസരിച്ച് കർത്താവ് നമ്മൾ ഡയറക്റ്റ് ചെയ്യും. ദൈവം നടത്തുന്നതെല്ലാം അവിടെയൊക്കെ സകല കാര്യവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തെയല്ലേ നാം സേവിക്കുന്നത്. അതുകൊണ്ട് യു ക്യാൻ ഡിസൈഡ് ടുഡേ ടു വാച്ച് യുവർ മൗത്ത് ആൻഡ് ലെറ്റ് യുവർ വേർഡ്സ് അഗ്രി വിത്ത് ദ ബൈബിൾ.
അതിന് പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം സഹായിക്കട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഓരോ വാക്കുകളും കർത്താവെ ശുദ്ധി ചെയ്തതായി തീരട്ടെ. കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ. ഞങ്ങൾക്ക് തൃപ്തി തരുന്നതായിരിക്കട്ടെ. ഞങ്ങളുടെ നാവിൻ്റെ വിളവ് നല്ലതായിരിക്കട്ടെ കർത്താവെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.